ഞാൻ മേരി മറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, പണ്ടങ്ങ് ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാണത്. നമ്മളെല്ലാവരും ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ സെറ്റപ്പും നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ശരിക്കുള്ള പ്രോബ്ലം എന്താണ്? നോൺ പെർഫോമൻസ്. അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ കൂട്ടാക്കാറില്ല. അതിൽ നമുക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, നല്ല മടി, ഇങ്ങനെ പല കാരണങ്ങൾ അതിനുണ്ടായേക്കാം. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാത്തതിൽ നമുക്ക് കുറ്റബോധവും തോന്നും. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യും. നമുക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും ഒക്കെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിനെ ന്യായീകരിക്കും, അതിന് കാരണങ്ങൾ കണ്ടെത്തും. അതായത് നോൺ പെർഫോമൻസിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനെ നമ്മൾ ന്യായീകരിക്കും. അതിനെയാണ് എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. ചെറുപ്പം മുതലേ നമുക്കതിൽ നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിൽ അതിന് ഉടനെ എക്സ്ക്യൂസ് കണ്ടെത്തും. അത് പലപ്പോഴും സത്യമാവണമെന്നില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരാകരുതെന്നുള്ള ആഗ്രഹവും നമുക്കുണ്ട്. പക്ഷെ കാര്യങ്ങൾ ചെയ്യാനൊട്ടും മനസ്സുമില്ല. ഇത് രണ്ടും കൂടി വരുമ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് എക്സ്ക്യൂസ്. ശരിക്കും ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മളെ പരാജയത്തിലേക്ക് നയിക്കുന്നതും നമ്മുടെ കഴിവുകളെ വേണ്ടത്ര പ്രയോജനപ്പെടുത്താതിരിക്കുന്നതിൻ്റെയും യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഈ എക്സ്ക്യൂസസ് ആണ്. നോ മോർ എക്സ്ക്യൂസസ് എന്നുള്ളൊരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ ഈ നോൺ പെർഫോമൻസിനുള്ള സാധ്യത ഒരുപാട് കുറയും. ചെറുപ്പത്തിൽ തൊട്ട് നമ്മൾ ഇതിൽ ഒരുപാട് ട്രെയിൻഡാണ്. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് നമ്മൾ ഓരോ കാര്യത്തിനും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഒരു സോഷ്യൽ ലൈഫിൽ വളരെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒന്നാണ് എക്സ്ക്യൂസ്. ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. വളരെ നിർദോഷമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന എക്സ്ക്യൂസിൻ്റെ പരിപാടി ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ എക്സ്ക്യൂസസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന 7 നെഗറ്റീവ് ഇമ്പാക്ട്സ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് നമ്മളോട് ചെയ്യാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ എക്സ്ക്യൂസസ്. കാരണം ഇവിടെ നമ്മൾ നമ്മളെ തന്നെ ഒരു നോൺ പെർഫോമൻസിന് റെഡിയാക്കുകയാണ്. ചിലർ കണ്ടിട്ടില്ലേ, എല്ലാത്തിനും എക്സ്ക്യൂസാണ്. ഒരു കാര്യവും അവർ ചെയ്യില്ല, എന്നിട്ട് എല്ലാത്തിനും എക്സ്ക്യൂസ് ഉണ്ടാവും. നോൺ പെർഫോമൻസിനെ അവർ ന്യായീകരിക്കുന്നു. ഈ ജസ്റ്റിഫിക്കേഷൻ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം എത്തിക്കുന്നു. നീ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ചെയ്യാതിരുന്ന കുഴപ്പമൊന്നുമില്ല, നീ അതിനെന്തെങ്കിലും ന്യായീകരണം കണ്ടെത്തിയാൽ മതി. അങ്ങനെ വീണ്ടും വീണ്ടും ഒരു നോൺ പെർഫോമർ ആകാനുള്ള ഒരു സാധ്യത നമ്മളവിടെ ഉണ്ടാക്കുന്നു. പലപ്പോഴും നമ്മൾ പറയാറുള്ള എക്സ്ക്യൂസസിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ അസുഖങ്ങൾ. എന്തെങ്കിലും അസുഖങ്ങളോട് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. ഒരിക്കലും ഒരാൾ പനിയാണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു, ചെയ്തില്ല, എനിക്ക് നല്ല പനിയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, തെർമോമീറ്റർ എടുപ്പിക്കാം, പനിയൊന്ന് നോക്കിയാലോ. അപ്പോൾ അയാൾക്ക് ആകെ പ്രശ്നമായി. പനിയല്ല എന്ന് അയാൾ സമ്മതിച്ചു. ഇത് നമ്മളോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ഇല്ലാത്ത രോഗങ്ങൾ ഉണ്ടെന്നുള്ള എക്സ്ക്യൂസ് പറയുന്നത് വഴി നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മൾ രോഗിയാണെന്നുള്ളൊരു ചിന്ത കയറിപ്പറ്റില്ലേ? അത് വലിയ അപകടമുള്ളൊരു കാര്യമല്ലേ? രണ്ടാമത്തെ കാര്യം എന്താണെന്നോ, ഈ എക്സ്ക്യൂസ് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ചീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് സത്യമാവണമെന്നില്ല. ഒരു ജെന്വിൻ റീസൺ കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ വരുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മിക്കപ്പോഴും നമ്മൾ ഈ സോഷ്യൽ അപ്രൂവലിന് വേണ്ടി എക്സ്ക്യൂസ് പറയുമ്പോൾ കള്ളത്തരങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ നമ്മളെ തന്നെ വഞ്ചിക്കുന്ന ഒരവസ്ഥ, അത് നമ്മളെപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. തെറ്റായ കാര്യം പോലും ആവർത്തിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന അവസ്ഥയിലേക്കും എത്തും. ഈ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നെഗറ്റീവ് ചിന്തകൾ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒന്നാണ്. അങ്ങനെയുള്ള സങ്കീർണതകൾ നമുക്കുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും ഈ എക്സ്ക്യൂസ് പറയുന്നത് നമ്മളോട് വളരെ അടുത്ത ആളുകളോട്, പ്രിയപ്പെട്ട ആളുകളോടായിരിക്കും. എക്സ്ക്യൂസിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ നോൺ പെർഫോമൻസിനുള്ള കാരണങ്ങൾ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾക്ക് ഭയങ്കര നിരാശയുണ്ടാവും അല്ലേ? എപ്പോഴും നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാതെ ഈ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും. നാലാമത്തെ കാര്യം, ഇതൊരു വേസ്റ്റ് ഓഫ് ടൈമാണ് കേട്ടോ. ഓരോ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, എന്നിട്ട് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുക. എന്ത് കാരണം പറയും? 2 ദിവസം കഴിഞ്ഞ് ഇതേപ്പറ്റി സംസാരിക്കാൻ ഇടയായി കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞ കാരണമായിരിക്കില്ല അന്ന് പറയുന്നത്. ഇങ്ങനെ പല പ്രശ്നങ്ങൾ അതിനെ ചുറ്റിപ്പറ്റിയുണ്ടാവും. അഞ്ചാമത്തെ കാര്യം, പലപ്പോഴും നമ്മൾ ഈ നോൺ പെർഫോമൻസിനെ ന്യായീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് എക്സ്ക്യൂസ്. തെറ്റ് പറ്റിയെന്ന് നമുക്കറിയാം, പക്ഷെ തെറ്റ് നമ്മൾ സമ്മതിക്കുന്നില്ല. ചെറിയ ചെറിയ തെറ്റുകളെ പോലും നമ്മൾ വല്ലാണ്ടങ്ങ് ന്യായീകരിക്കും.
നമ്മുടെ മുഖം രക്ഷിക്കാനാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ സ്ഥാപിക്കും. അതിന് പല എക്സ്ക്യൂസസ് കണ്ടെത്തും. എന്തേ വൈകി വന്നു ആരുടെങ്കിലും ചോദിച്ചാൽ മതി, അവർ പറയുമല്ലോ, ട്രെയിൻ ലേറ്റായി, ബസ് ലേറ്റായി, വഴിയിലൊക്കെ ബ്ലോക്കായിരുന്നു, മഴ പെയ്തു, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയും. അപ്പം നമ്മൾ വൈകിപ്പോയി എന്നുള്ള ആ ഒരു കാര്യത്തിൻ്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കാൻ അവിടെ തയ്യാറാകുന്നില്ല. ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ വരുന്നു. ഈ തെറ്റുകൾ നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി 6ാമത്തെ കാര്യം, ഈ നോൺ പെർഫോമൻസിന് സ്ഥിരം എക്സ്ക്യൂസ് പറയുന്നവരുണ്ട്. ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന എക്സ്ക്യൂസസ് ആളുകൾ വിശ്വസിക്കാതെ ആവും, അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. പിന്നെ അയാളൊരു നോൺ പെർഫോമറായിട്ട് എല്ലാവരും കരുതും. പലപ്പോഴും പല കാര്യങ്ങളും അയാളെ ഏൽപ്പിക്കാതെയാവും. അപ്പോൾ പല കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവർ നമ്മളെ ഒഴിച്ചു നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇനി 7ാമത്തെ കാര്യം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് അതിനെ നമ്മൾ ന്യായീകരിക്കുമ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നവരോട് നമുക്ക് ചെറിയ ഒരു അസൂയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഡൗൺ ആക്കുക, അവരെ പെർഫോം ചെയ്യാൻ അനുവദിക്കാത്ത തരത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കുക, ഇതിലേക്കൊക്കെ നയിക്കുന്ന ഒന്നാണ് എക്സ്ക്യൂസസ്. അവരെ പെർഫോം ചെയ്യിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നോൺ പെർഫോമൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. വേറൊരാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് പ്രശ്നം വരുന്നത്. അങ്ങനെ എക്സ്ക്യൂസസ് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ നയിക്കും. നമ്മുടെ നോൺ പെർഫോമൻസിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ എക്സ്ക്യൂസസ്. ജീവിതത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലൊന്ന് യഥാർത്ഥ കാരണം കണ്ടെത്തി അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പലപ്പോഴും ശ്രമിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ചിന്താരീതി തന്നെ അങ്ങനെയല്ലേ, എന്തൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് ഇത് ചെയ്യാതിരിക്കാം. അപ്പോൾ ഈ എക്സ്ക്യൂസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ നോൺ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യാനുള്ള നമ്മുടെ ഒരു വഴി അടഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും പെർഫോം ചെയ്യാൻ തയ്യാറാവും. നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഹാപ്പി അല്ലേ. ഞാനിന്ന് രാവിലെ 5:30 എഴുന്നേറ്റു, അത് കഴിഞ്ഞ് അരമണിക്കൂർ എക്സസൈസ് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റിനുള്ള കുറച്ച് സംഗതികളൊക്കെ റെഡിയാക്കി. അതിനൊക്കെ വേണ്ടി ഒരുപാട് സമയം ചിലവഴിക്കുന്ന രീതിയൊന്നും എനിക്കില്ല. അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തി, കൊച്ചുമോൾക്ക് വേണ്ടി 2-3 ചപ്പാത്തി ഞാൻ വേറെ ഫ്രഷ് ആയിട്ടുണ്ടാക്കി. അത് കഴിഞ്ഞ് എനിക്കൊരു മ്യൂസിക് ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. മീറ്റ് ചെയ്യാൻ പോയി, അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു, തിരിച്ചു വന്നു, ആഴ്ചയിൽ ഞാൻ എടുക്കേണ്ട വീഡിയോ എടുത്തു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴേ നല്ല സന്തോഷം. അതേസമയം നമ്മളൊന്നും ചെയ്യാതെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണെങ്കിൽ ഈ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ജെന്വിൻ റീസൺ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നേക്കാം. എന്നാൽ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് നോക്ക്, അടുത്ത തവണ എക്സ്ക്യൂസ് പറയുമ്പോൾ ഇത് മനസ്സിലുണ്ടാകട്ടെ, ഇത് ഒഴിവാക്കാമായിരുന്നില്ലേ. എക്സ്ക്യൂസ് ഒഴിവാക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നോൺ പെർഫോമൻസിനുള്ള അവസരങ്ങൾ നമ്മൾ കുറച്ചു കൊണ്ടുവരും. എക്സ്ക്യൂസ് പറയാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ പെർഫോം ചെയ്യാതിരിക്കുന്നത് പലപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്നത് വഴി വലിയ സന്തോഷം നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. നമുക്ക് നല്ല പെർഫോമേഴ്സായിട്ട് മാറാൻ പറ്റും. അപ്പം നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ എക്സ്ക്യൂസാണ് സാധാരണ പറയാറുള്ളത്? അതിൽ സ്ഥിരം പറയുന്ന ചില എക്സ്ക്യൂസൊക്കെ ഉണ്ടാവും. സമയമില്ല, ഞാൻ ബിസിയാണ്. അതൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക. അതൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്താൽ തന്നെ പകുതി രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വെള്ളിയാഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.